നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തലൈവിയല്ല തടവുകാരി. ശശികലയുടെ പ്രതാപങ്ങൾക്ക് പരപ്പനയിൽ അസ്തമയം. പ്രത്യേക പരിഗണനകളില്ലാതെ ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ സാധാരണ തടവുകാരിയായി ചിന്നത്തലൈവിയുടെ ഒന്നാം ദിവസം. വീട്ടിലെ ഭക്ഷണവും VIP സൗകര്യങ്ങളും നൽകാനാവില്ലെന്ന് ജയിൽ അധികൃതർ. ആവശ്യങ്ങളെല്ലാം നിരസിക്കപ്പെട്ട ശശികലയ്ക്ക് പകൽ നേരത്ത് മെഴുകുതിരി നിർമ്മാണം, ദിവസക്കൂലി 70 രൂപ. TV സൗകര്യമുള്ള ജയിൽ മുറിയിൽ എയർ കണ്ടീഷണർ നൽകില്ല. പ്രത്യേക ഡോക്ടറെയോ ധ്യാനത്തിനുള്ള സൗകര്യമോ നൽകാനാവില്ലെന്നും ജയിൽ സൂപ്രണ്ട്. 2014 ജയലളിതയ്ക്കൊപ്പം 22 ദിവസം ശശികല കഴിഞ്ഞത് ഇതേ ജയിലിൽ. ജയിലിലേക്ക് പോകാൻ അധിക സമയം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ ശശികലയും ബന്ധു ഇളവരശിയും പരപ്പന കോടതിയിൽ ഹാജരായത് ഇന്നലെ വൈകിട്ട്. ജയലളിതയുടെ ദത്തുപുത്രൻ BN സുധാകരനും രാത്രിയോടെ കീഴടങ്ങി. പ്രതികൾക്ക് ഇന്നലെ രാത്രി നൽകിയത് ചപ്പാത്തിയും ചോറും റാഗിയുണ്ടയും. സഹോദരി പുത്രൻ TTV ദിനകരനെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയാക്കി ജയിലിൽ കിടന്ന് പാർട്ടി ഭരിക്കാൻ ശശികലയുടെ നീക്കം. നിയമസഭാ കക്ഷി നേതാവ് എടപ്പാടി പളനിസ്വാമിയെ സർക്കാർ രൂപീകരണത്തിന് ഇന്നു തന്നെ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശശികല പക്ഷം. തീർപ്പ് കാത്ത് തമിഴകം. അനിശ്ചിതത്വമൊഴിയാത്ത തമിഴകം ഇനി ഗവർണറുടെ തീർപ്പിന് കാതോർത്ത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി ആവശ്യവുമായി എടപ്പാടി പളനിസ്വാമിയും പനീർശെൽവവും. 124 MLA-മാരുടെ പട്ടിക നൽകി ശശികല പക്ഷവും. ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് OPS. അതേസമയം കൂവത്തൂർ റിസോർട്ടിൽ തങ്ങുന്ന MLA-മാരെ പോലീസ് ഇന്ന് ഒഴിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ബലം പ്രയോഗിച്ചാൽ റിസോർട്ടിന് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് MLA-മാർ. പുറത്തുവന്നാൽ കൂടുതൽ പേർ തനിക്കൊപ്പം ചേരുമെന്ന പ്രതീക്ഷയിൽ പനീർ പക്ഷം. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവി ഗവർണറുടെ നിർണായക തീരുമാനം ആധാരമാക്കി. അവകാശവാദവുമായി എത്തിയ ഇരുപക്ഷത്തോടും അല്പം കൂടി കാത്തിരിക്കാൻ ഗവർണർ C. വിദ്യാസാഗർ റാവുവിന്റെ നിർദ്ദേശം. നറുക്ക് പളനിക്കോ പനീർശെൽവത്തിനോ എന്ന പിരിമുറുക്കത്തിൽ ദ്രാവിഡദേശം. അതിനിടെ ഇടക്കാല തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ അണികൾക്ക് DMK-യുടെ ആഹ്വാനം. ഗവർണറുടെ തീരുമാനം തമിഴ്നാടിനെ ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുമെന്ന് പാർട്ടി പ്രവർത്തകർക്കുള്ള കത്തിൽ MK സ്റ്റാലിൻ. സംസ്ഥാനം ഭരണ പ്രതിസന്ധിയിലേക്കെന്നും DMK വർക്കിംഗ് പ്രസിഡന്റ്. അരുൺ കൊലയുടെ അണിയറയിൽ. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ അർദ്ധ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം യുവതിയും പിടിയിലായെന്ന് സൂചന. സംഭവത്തിൽ വിയറ്റ്നാമീസ് പാസ്പോർട്ടുള്ള ആദ്യ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ. ഇരുവരും ഉത്തര കൊറിയൻ ചാരവനിതകളെന്ന് നിഗമനം. കിം ജോങ് ഉന്നിന്റെ അർദ്ധ സഹോദരൻ കിം ജോങ് നാമിനെ ക്വാലാലംപൂർ എയർപോർട്ടിൽ യുവതികൾ കൊലപ്പെടുത്തിയത് വിഷദ്രാവകം കുത്തിവെച്ച. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദേശികളെ തിരയുന്നതായി മലേഷ്യൻ പോലീസ് മേധാവി. പിടിയിലായ യുവതികളുടെ ചിത്രം കൊല നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തിയ CCTV ക്യാമറകളിലേതു തന്നെയെന്ന് സ്ഥിരീകരണം. ഇരുവരെയും ഇന്ന് ക്വാലാലംപൂർ കോടതിയിൽ ഹാജരാക്കും. കിം ജോങ് നാമിനെ കൊലപ്പെടുത്താൻ ചാരവനിതകളെ അയച്ചത് ഉത്തര കൊറിയൻ ഭരണകൂടം തന്നെയെന്നും റിപ്പോർട്ട്. ഭീകരതയുടെ വേരോട്ടം. ISIS ബന്ധത്തിന്റെ പേരിൽ ഡൽഹിയിൽ പിടിയിലായ കാസർഗോഡ് സ്വദേശി മൊയ്നുദ്ദീനെ ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് സൂചന. അബുദാബിയിൽ നിന്നെത്തിയ മൊയ്നുദ്ദീനെ ഭീകരബന്ധം സ്ഥിരീകരിച്ച് NIA. ഇയാളെ ഇന്ന് ഡൽഹിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായത് കേരളത്തിൽ ഉൾപ്പെടെ നിരവധി അട്ടിമറി പദ്ധതികൾ ആസൂത്രണം ചെയ്ത സംഘത്തിലെ പ്രധാനി. സംസ്ഥാനത്ത് IS പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചിരുന്നത് ഇയാളെന്നും പോലീസ്. മൊയ്നുദ്ദീനെ NIA കുടുക്കിയത് കഴിഞ്ഞ ഒക്ടോബറിൽ കണ്ണൂരിൽ പിടിയിലായവർ നൽകിയ വിവരങ്ങൾ ആധാരമാക്കി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.